ഞാൻ കേട്ടപ്പോൾ ഇവിടെ ഭയങ്കര പ്രഷറായിരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ കേട്ടെ. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ചില്ല, എല്ലാം ചില്ല. പ്രൊഫസേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ചില്ല. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു, അതായത് ബ്രില്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഷൻ. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി മൈൻഡ് ബ്ലോഡാണ്. അതായത് ഇത്ര എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. ഇവിടെ വരുന്നതിന് പേടിയുണ്ടായിരുന്നു, എല്ലാവരും പറയേണ്ടത് അതാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സീനിയറിനോട് റെഫർ ചെയ്തിട്ടാണ് വന്നത്. അവൾ എവിടെയായിരുന്നു. ഇവിടെ പഠിച്ച കുട്ടികളോട് ചോദിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഓൾറെഡി ബ്രില്ലിനെ പറ്റി നന്നായി അറിയുന്നതാണ്. ഒരു ട്രസ്റ്റ് ഉണ്ട് അങ്ങോട്ട് വന്നത്. ക്യാമ്പസ് ഇസ് വെരി നൈസ്. ഓൾ ട്രീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഗ്രീനറി ഒക്കെ ഉണ്ടായത്, നല്ല രസമുണ്ട്. ഫീൽ പീസ്ഫുൾ. എനിക്ക് ഡിസൈൻ കുറച്ചുകൂടെ ചായവുണ്ടെങ്കിലും ആർക്കിടെക്ചർ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും രണ്ടും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആർക്കിടെക്ചറും ഡിസൈനും ഒരുമിച്ചുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ബേസിക്കലി നല്ലോണം ഹാപ്പിയായി. ഡിസൈൻ ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാമുകളിൽ രാജ്യത്തെ 1ാം സ്ഥാനക്കാരെ വാർത്തെടുത്തതിനു ശേഷം പല ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ BArch BDes പ്രോഗ്രാമിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. അതെ, രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ B-Plan, BArch BDes കോഴ്സുകൾ പഠിക്കാൻ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനം തന്നെയാണ്. യെസ്, ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ. വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബ്രില്യന്റ് ഈ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 2026 JEE പേപ്പർ 2B B-Planningൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയ ഗൗരി ശങ്കർ V, പേപ്പർ 2A BArchൽ ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറി ഫസ്റ്റ് റാങ്ക് നേടിയ മീര കൃഷ്ണ, IIT USEED കേരള ഫസ്റ്റ് റാങ്ക് നേടിയ ഹിബ സൈന അസീസ്. അങ്ങനെ 2026 എന്ന വർഷത്തിലെ പ്രധാന ഡിസൈൻ ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാമുകളിലെല്ലാം ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് മുൻനിര സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ റിസൾട്ടുകൾ പകർന്ന ആത്മവിശ്വാസത്തോടെ ആദ്യ ദിനം വിദ്യാർത്ഥികൾ അവരുടെ ക്ലാസ് മുറിയിലേക്ക് കടന്നുവന്നു. പുതിയ സൗഹൃദങ്ങൾ, പുതിയ അധ്യാപകർ, ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തന്നെ അവരുടെ മുന്നിൽ തുറക്കപ്പെട്ടു. ബ്രില്യന്റിന്റെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സും ക്ലാസ് ടീച്ചറും വിദ്യാർത്ഥികളെ വരവേറ്റു. അടുത്ത ഒരു വർഷക്കാലം ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എൻട്രൻസ് പരിശീലനത്തിനായി എങ്ങനെയാണ് അവർ തയ്യാറെടുക്കേണ്ടത് എന്ന് ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൂടെ വ്യക്തമായി അവർക്ക് പകർന്നു നൽകി. ശേഷം ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എൻട്രൻസ് പരിശീലനത്തിന് ആവശ്യമായ പ്രത്യേകം തയ്യാറാക്കിയ സ്കെച്ചിംഗ് പ്രാക്ടീസ് കിറ്റുകളും നൽകി പുതിയ ഒരു അധ്യായത്തിന് തുടക്കമിട്ടു. യെസ്, 2026 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളും, ആൻഡ് ഈ ഒരു ബ്രില്യൻ്റ് അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, അവർ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവരോട് ഞാൻ ചോദിക്കാം. എന്താ പേര്? ഞാൻ രാഹിൽ, പാലക്കാട് നിന്നായിരുന്നു. പാലക്കാട്. ഓക്കെ, എങ്ങനെയുണ്ട് മോനെ നമ്മുടെ ബ്രില്യൻ്റ് വന്നിട്ട്? അടിപൊളിയാ, ക്ലാസ്സൊക്കെ അടിപൊളിയാ. ഞാൻ കേട്ടപ്പോൾ ഇവിടെ ഭയങ്കര പ്രഷറായിരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ കേട്ടെ. പക്ഷെ വന്നപ്പോൾ ഭയങ്കര ചില്ല, എല്ലാം ചില്ല. പ്രൊഫസേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ചില്ല. ഹോസ്റ്റലിലും പിന്നെ എല്ലാവരും ഭയങ്കര അടിപൊളിയാ. ഓക്കെ, ഏത് ഹോസ്റ്റലാ? ചാവറ. ചാവറ. ഓക്കെ, ചാവറയിലെ ആ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ ഹോസ്റ്റൽ ലൈഫ്? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയാണ്. ഫുഡും എല്ലാം സംഭവങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കമ്പനി ആയോ? എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, എല്ലാവരുമായിട്ട് കമ്പനിയായി ജോലിയായി നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ടോ? യെസ്. അപ്പൊ 2027 നമുക്ക് എക്സാമിന്റെ സമയത്ത് ഈ പേര് കേൾക്കാൻ പറ്റുമെന്ന് ഉറപ്പല്ലേ? പ്രതീക്ഷിക്കാം. യെസ്, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഹൈ, എന്റെ പേര് വിവേക്, ഞാൻ മലപ്പുറത്തുനിന്നാണ്. ഓക്കെ, എങ്ങനെയുണ്ട് മോന്റെ ഒരു ബ്രില്യന്റ് എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റൽ ക്യാമ്പസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരെയും ഫ്രണ്ട്സായിട്ട് കമ്പനിയായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സാർമാർ ഫുൾ സപ്പോർട്ടാണ്. വരയ്ക്കാനുള്ളതും ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാർമാർ ഓരോ കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നു.
അങ്ങനെ ക്ലാസ് അടിപൊളിയായി പോകുന്നു. ആരാ ക്ലാസ് ടീച്ചർ ആരാ? അജിത് സാർ. അജിത് സാർ. ഓക്കെ. അപ്പൊ അജിത് സാറിന്റെ ഒരു സപ്പോർട്ടും അല്ലാണ്ട് നമ്മുടെ മുനീർ സാറിന്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എങ്ങനെയാണ് മോനത് ഫീൽ ചെയ്തേ? അജിത് സാറ് ആള് സൈലന്റ് ആണെങ്കിലും സപ്പോർട്ടീവ് ആണ്. മുനീർ സാറ് കരിയർ വൈസ് ആയിട്ട് സെറ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഹായ്, എന്താ പേര്? എന്റെ പേര് അഭിഷേക്, ചെറുക്കടവ്. ഓക്കെ. അപ്പം മോൻ ഏകദേശം ഇവിടെ വരുന്നതിന് മുന്നേ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓക്കെ ഇതിങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയോ? ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുനീർ സാറ് ആദ്യത്തെ ദിവസം തന്നെയാണ് ഓറിയന്റേഷൻ ക്ലാസ്സിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ലപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ക്ലാസ് വൈസ് നോക്കുമ്പോൾ എങ്ങനെ തോന്നി? പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകളാണെങ്കിൽ അതെ, എല്ലാം വലിയ ബോറടി ഒന്നുമില്ല, എല്ലാം നല്ല ടൈം പോകുന്നത് തന്നെ അറിയില്ല. അപ്പൊ ക്ലാസ് എൻജോയ് ചെയ്താണോ പോയിക്കൊണ്ടിരിക്കുന്നത്? വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, യെസ്. എന്താ പേര്? എന്റെ പേര് നന്ദിത, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. അപ്പൊ മോളുടെ പേര്? അനഘ, ഞാൻ എറണാകുളം പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. എന്റെ പേര് കാത്രീൻ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. നിങ്ങൾ മൂന്നുപേരും നല്ല ഫ്രണ്ട്സ് ആണോ? എല്ലാ ക്ലാസ്സിലും കാണും ഒരു 3 പേര് ഫ്രണ്ട്സ്. ഞങ്ങള് ആക്ച്വലി ഹോസ്റ്റൽ മേറ്റ്സ് ആണ്. ക്ലാസ് സെയിം ഒരേ ടോപ്പിക്കും ആണ്. നിങ്ങൾ ഇതിന് മുന്നേ പരിചയം ഇവിടെ വന്നിട്ട് ഫ്രണ്ട്സ് ആയി, ഭയങ്കര ക്ലോസ് ആയി. യെസ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബുള്ളന്റി വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിൾ ചെയ്യാൻ ആൾക്കാരെ കിട്ടി? ക്ലാസ് എങ്ങനെയുണ്ട്? ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു. അതായത് ബ്രില്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഷൻ. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി മൈൻഡ് ബ്ലോഡാണ്. അതായത് ഇത്ര എൻജോയബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്, അതും നമ്മൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവില്ല ടൈം പോകുന്നത്. അത്ര രസമായിട്ടാണ്. എനിക്കൊരു പേടിയും എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രോയിങ് അത്ര കറക്റ്റ് ആണോ എന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇവിടെ സച്ചിൻ സാറും അജിത് സാറും മുനീർ സാറിൻ്റെ ഒക്കെ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് എനിക്കിത് കിട്ടും എന്നുള്ളത്. ഓക്കെ. അപ്പൊ മോൾക്കാണെങ്കിൽ ഓരോരോ പടിപടിയായിട്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങി. ഓറിയന്റേഷൻ ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് ആണെങ്കിലും ബാക്കി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബേസിക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ വരുന്നതിന് പേടിയുണ്ടായിരുന്നു, എല്ലാവരും പറയേണ്ടത് അതാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സീനിയറിനോട് റെഫർ ചെയ്തിട്ടാണ് വന്നത്. അവൾ എവിടെയായിരുന്നു. ഇവിടെ പഠിച്ച കുട്ടികളോട് ചോദിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടാണ് മോൾ ഇപ്പൊ പോകുന്നത്. ഓക്കെ. വീട്ടിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. യെസ്. മോൾ ഫസ്റ്റ് ടൈം ആണോ ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? എന്റെ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. അപ്പൊ ഹോസ്റ്റൽ ഏതാ കിട്ടിയിരിക്കുന്നത്? മുന്നകര. ഓക്കെ. അവിടെ എങ്ങനെയുണ്ട്? അവിടെ നല്ലതാണ്. ഞങ്ങളുടെ ഹോസ്റ്റൽ മീറ്റ്സ് ഒക്കെ നല്ല രസമാണ്. എല്ലാവരുമായിട്ട് ഗെറ്റ് ലോങ് ചെയ്യും. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ആൻഡ് മൂന്നാമത്തെ ആൾ എങ്ങനെയുണ്ട്? ക്ലാസ്സും കാര്യങ്ങളും ഹോസ്റ്റലും ഫ്രണ്ട്സും ഒക്കെ എന്ത് തോന്നുന്നു ഇപ്പൊ? അടിപൊളിയാണ്. ഹോസ്റ്റലായിട്ട് തന്നെ റൂംമേറ്റ്സ് ഒക്കെ അടിപൊളിയാണ്, ഇവരൊക്കെ അടിപൊളിയാണ്. ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു മോളെ? ഇപ്പൊ കുറച്ച് സെഷൻസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ക്ലാസ്സൊക്കെ നല്ല, ടീച്ചേഴ്സ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എല്ലാരും നല്ലോണം പറഞ്ഞു തരും, ബോറടിക്കത്തില്ല. ഇല്ല, നന്നായിട്ട് തന്നെ പഠിച്ചു പോയി റാങ്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം വന്ന് തുടങ്ങിയോ? ഇങ്ങനെ പഠിച്ചു പോയാൽ കിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്റെ മോളുടെ പേര്? ഷയോണ. ഓക്കെ. എവിടെ വീട്? കോഴിക്കോട്. മോളുടെ പേര്? അഞ്ജലി. അഞ്ജലിയുടെ വീട് എവിടെയാ? കോഴിക്കോട് തന്നെ. നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നോ? ഇല്ല, ഇവിടെ വന്നിട്ട് കോഴിക്കോടാണെന്ന് അറിഞ്ഞ് ഫ്രണ്ട്സ് ആയതാണോ? ആണ്. ഹോസ്റ്റലിൽ ഒരുമിച്ചാണ്. ഓക്കെ. എങ്ങനെയുണ്ട് മോളെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു മോളുടെ ഒരു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു കോഴ്സ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്ത് തന്നെ. എപ്പോഴാണ് മോൾക്ക് ഓക്കെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സിലേക്ക് പോയേക്കാന്നൊരു തോന്നല് വന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഒരു റീസൺ എന്തായിരുന്നു? വരക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കോഴ്സ് എടുക്കാൻ വിചാരിച്ചു. ആണ്. ഓക്കെ. മോൾക്ക് എപ്പോഴും തൊട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറഞ്ഞു എനിക്ക് ബിആർക്കിനോഡിലേക്കായിരിക്കും ഇത് ടേസ്റ്റ് ഉള്ളത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കാന്നുള്ള ഡിസിഷൻ ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള മോളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലാസ് കാര്യങ്ങളും ഒക്കെ നല്ല ക്ലാസ്. ഫാമിലി എന്ത് പറഞ്ഞു? അവരിപ്പോ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസം ഒക്കെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ കേട്ടിട്ട് ഇരിക്കായിരിക്കുമല്ലോ, അവരെന്താണ്? അവരും നല്ല ഹാപ്പിയാണ്. നന്നായിട്ട് പഠിച്ചു പോകാന്ന് മാത്രമേ അവരിനി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുക, റാങ്ക് മേടിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹായ്. ഹലോ. എന്താ പേര്? അങ്കിത. എവിടെ വീട്? മലപ്പുറം. ഹാദിയ. ഓക്കെ. എവിടെ വീട്? കോഴിക്കോട്. ജോആന. വീട് പത്തനംതിട്ട. യെസ്. ഋതിക. വൈക്കം. യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു ബിയാക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സിലേക്ക് ബിർള സ്റ്റഡീസിലേക്ക് വന്നു. നിങ്ങൾ ഇതിന് മുന്നേ ബിർള സ്റ്റഡീസിനെ കുറിച്ച് അല്ലേ അറിഞ്ഞ് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അല്ലേ? വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ക്യാമ്പസ് എക്സ്പീരിയൻസ് എന്ത് തോന്നി? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത്. എൻ്റെ ഏട്ടൻ ഇവിടെ ആയിരുന്നു, അപ്പോ ഓൾറെഡി ബിർളനെ പറ്റി നന്നായി അറിയുന്നതാണ്. ഒരു ട്രസ്റ്റ് ഉണ്ട് അങ്ങോട്ട് വന്നത്. ഫാമിലിയിൽ ഓൾറെഡി ഒരു ബ്രില്യന്റ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പിന്നെ വിത്തൗട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വന്നു. എന്റെ കസിൻസ് ഒക്കെ ഇവിടെ തന്നെ പഠിച്ച നീറ്റിനൊക്കെ. അപ്പോ
ഒരു ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ വന്നതാ. വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ബാക്കി എല്ലാവരും പറഞ്ഞു കേട്ടതൊക്കെ അല്ലേ ഉള്ളൂ, നേരിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ മോൾക്ക് ഫീൽ ആയേ? എല്ലാവരും നല്ല തന്നെയാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് എല്ലാവരും. ഓക്കെ, മോൾക്ക് എന്ത് തോന്നി? നല്ല എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആണ്. മോള് BRക്കിലുള്ളതല്ലേ? യെസ്. എന്ത് തോന്നി? BRക്കിന്റെ സെപ്പറേറ്റ് സെഷൻസും കാര്യങ്ങളും ഡ്രോയിങ്ങിന്റെ ആണെങ്കിലും ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് തോന്നി മോൾക്ക്? നല്ല ക്ലാസ്, ടീച്ചേഴ്സ് ഒക്കെ വെരി കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് ഒക്കെ കേൾക്കാൻ ഇരിക്കാനൊക്കെ ക്ലാസ്സിൽ എല്ലാവരും നല്ല ആണ്. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ഇസ് ഓൾസോ നൈസ്. ദീസ് ആർ മൈ റൂംമേറ്റ്സ്. ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൊള്ളാം, ഹോസ്റ്റലൊക്കെ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ റൂംമേറ്റ്സിന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്നത്, നല്ല ഫുഡ് കഴിക്കുക, സംസാരിക്കുക, നല്ല ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ആണ്. ക്യാമ്പസിലേക്ക് വരുമ്പോൾ എങ്ങനെ തോന്നി? ക്യാമ്പസ് ഇസ് വെരി നൈസ്. ഓൾ ട്രീസ് ഒക്കെ ഉണ്ടായോണ്ട് നല്ല ഗ്രീനറി ഒക്കെ ഉണ്ടായോണ്ട് നല്ല രസമുണ്ട്. ഫീൽ പീസ്ഫുൾ. ഓക്കെ, ഹാപ്പി ആയിട്ടാണ് പോകുന്നത്? നന്നായിട്ട് പഠിക്കുക, റാങ്ക് മേടിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ബേസിക്കലി കുറെ നാൾ എൻ്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല. സോ ലൈക്ക് ഇവിടെ വേറെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന് പഠിക്കുമ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ പാരൻസിന് അത് ഭയങ്കര ടെൻഷനായിരുന്നു. സോ ബട്ട് ബ്രില്യൻറ്റിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നല്ല താല്പര്യമായിരുന്നു. കാരണം ഇവിടുത്തെ ഹോസ്റ്റൽസ് എല്ലാം അത്യാവശ്യം നല്ല അഭിപ്രായമാണ്, ഹോംലി ഫുഡ്സ് ആണ്. പിന്നെ സാറുമാരും തന്നെ പറയുമ്പോൾ എല്ലാത്തിനും ഓരോരോ നാക്കിൽ തന്നെ പഠിപ്പിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോരോ ലെവലിൽ അവർ രീതിയിലെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്, ലെവൽസ് ആയിട്ട്. പിന്നെ ബേസിക്കലി എനിക്ക് ആക്ച്വലി ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ താല്പര്യമുണ്ട്. പക്ഷെ എനിക്ക് ഡിസൈൻ കുറച്ചുകൂടെ ചായവുണ്ടെങ്കിലും ആർക്കിടെക്ചർ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും രണ്ടും ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആർക്കിടെക്ചറും ഡിസൈനും ഒരുമിച്ചുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ബേസിക്കലി നല്ലോണം ഹാപ്പിയായി. പിന്നെ ഇവിടെ ഞാൻ വേറെ എൻവയറമെന്റിൽ അധികം വന്നിട്ടില്ല. ബട്ട് ദിസ് ഇസ് ലൈക്ക് എ ഫാമിലി. വി ഗെറ്റ് ടു ഗോ ലൈക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരും പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്ലി ആയി. സോ ഐ എം റിയലി ഹാപ്പി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ച് നല്ല ഈ ഒരു ഉഷാറോടുകൂടി തന്നെ എല്ലാവരും റാങ്ക് മേടിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യെസ്. സോ യെസ്, അങ്ങനെ നമ്മുടെ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കോഴ്സിലെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ 2026 ബാച്ചിലെ കുട്ടികൾ എല്ലാവരും റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ 2027 BRക്കിൻ്റെയും BDESൻ്റെയും എക്സാം വരാൻ വേണ്ടിയിട്ടും നല്ല പവർഫുള്ളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ആൻഡ് 2027 റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ട് വിദ്യാർത്ഥികൾ കാണും, ഇല്ലേ? Brilliant Study Center, India's #1 coaching center for NEET and JEE.